ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെക്കുറിച്ചാണ്, ഈ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത്. ഇന്ന് എങ്ങനെയാണൊരു ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ മഹേന്ദ്രനാഥ ഗുപ്ത ഇവിടെ ഈ ചുവർചിത്രം മഹേന്ദ്രനാഥ ഗുപ്തയുടെ ഒരു രൂപഘടനയിലാണ് ഈ ചുവർചിത്രം വരച്ചിരിക്കുന്നത്. അതിൻ്റെ മുമ്പിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥം മഹേന്ദ്രനാഥ ഗുപ്ത രചിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വിഷയം എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് ആത്മഹത്യ. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ദേഹഹത്യ ചെയ്യാം. ഈ ശരീരം നമുക്ക് വേണമെങ്കിൽ നശിപ്പിച്ച് കളയാം. ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ ശരിയാവും? ആത്മഹത്യ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ അതൊരു ശരിയായ പ്രയോഗമല്ല. ആത്മഹത്യ, ജീവഹത്യ, ജീവനെയും നമുക്ക് ഹത്യ ചെയ്യാൻ പറ്റില്ല, ആത്മാവിനെയും നമുക്ക് ഹത്യ ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. കാര്യം അത് നിലനിൽക്കും. ആത്മാവ് എപ്പോഴും നിലനിൽക്കുന്നതാണ്, അതൊരിക്കലും നശിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? ഭഗവത്ഗീതയിലെ ആ ഒരു ശ്ലോകം നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ആ ശ്ലോകം അനുസരിച്ച് നമുക്കത്, ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആത്മഹത്യ സാധ്യമല്ല. ആ ശ്ലോകം ഒന്ന് കേട്ടു നോക്കാം. നൈനൻ ചിന്തന്തി ശസ്ത്രാണി നൈനൻ ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഭഗവത്ഗീത 2-ാം അധ്യായം 23-ാമത്തെ ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ശസ്ത്രങ്ങൾ ഈ ആത്മാവിനെ മുറിക്കുന്നില്ല, തീയ് ഈ ആത്മാവിനെ ചുടുന്നില്ല, വെള്ളം ഈ ആത്മാവിനെ കുതിർക്കുന്നില്ല, കാറ്റ് ഈ ആത്മാവിനെ ഉണക്കുന്നില്ല. അതായത് ഈ ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കാനോ തീ കൊണ്ട് ചുടുവാനോ വെള്ളം കൊണ്ട് കുതിർക്കാനോ കാറ്റുകൊണ്ട് വരട്ടുവാനോ സാധ്യമല്ല. അപ്പോൾ ഒന്നിനും സാധ്യമല്ല ഈ ആത്മാവിനെ. പിന്നെങ്ങനെയാണ് ഈ ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റുക? ഇതിന് തൊട്ട് മുമ്പുള്ള 22-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സയ്യാതി നവാനി ദേഹി. 22-ാമത്തെ ഈ ശ്ലോകം പറയുന്നത് എപ്രകാരം മനുഷ്യൻ പഴക്കമുള്ള ഉപയോഗശൂന്യമായ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് വേറെ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നുവോ, അതുപോലെയാണ് ഈ ജീവൻ കേടുപറ്റിയ ഉപയോഗശൂന്യമായ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് വേറെ പുതിയ ശരീരം തേടിപ്പോകും. അപ്പോൾ ആത്മഹത്യ എന്നുള്ളത് സാധ്യമല്ല. കാരണം ആത്മാവ്
ഈ ശരീരത്തെ ഒരു വസ്ത്രം ഊരിക്കളയുന്നത് പോലെ ഊരിക്കളഞ്ഞ് വേറെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അല്ലെങ്കിൽ വേറെ വസ്ത്രം, ഒരു ശരീരം സ്വീകരിക്കുന്ന പോലെ ആത്മാവ് വേറൊരു ശരീരത്തെ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഈ 23-ാമത്തെ ശ്ലോകത്തിൻ്റെ അടുത്ത 24-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കൂ. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യസർവഗതസ്ഥാണുർ അചലോയം സനാതനഃ. അതായത് ഈ ആത്മാവിനെ മുറിക്കപ്പെടാനാകാത്തവൻ തന്നെയാകുന്നു. ഈ ആത്മാവിനെ മുറിക്കാനാവില്ല. ഈ ആത്മാവ് ദഹിപ്പിക്കപ്പെടാത്തതാകുന്നു, ദഹിപ്പിക്കാനാവില്ല. ഈ ആത്മാവ് കുതിർക്കപ്പെടാത്തതാകുന്നു, ഈ ആത്മാവിനെ കുതിർക്കാനാവില്ല. ഈ ആത്മാവിനെ ഉണക്കപ്പെടുവാനാകാത്തതാകുന്നു, ഈ ആത്മാവിനെ ഉണക്കാനാവില്ല. നിത്യവും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനും വികാരശൂന്യനും ഇളക്കമില്ലാത്തവനും അങ്ങനെയുള്ള ആത്മാവിനെ പിന്നെ എങ്ങനെയാണ് ഒരു ഹത്യ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആ വാക്ക് തന്നെ അർത്ഥരഹിതമാണ്. ഒരിക്കലും നമുക്ക് ഈ ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റില്ല. ശരീരം വേണമെങ്കിൽ, ഈ ദേഹം വേണമെങ്കിൽ ത്യജിക്കാം. ദേഹത്യാഗം സാധ്യമാണ്, ആത്മഹത്യ സാധ്യമേ അല്ല എന്ന് ഈ 3 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മഹത്യ സാധ്യമല്ല. കാര്യം ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. അത് തീ കൊണ്ട് കത്തിച്ച് കളയാൻ പറ്റില്ല, ആയുധങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഇപ്പം നമ്മൾ കേട്ടില്ലേ? അതേപോലെ അത് സാധ്യമേ അല്ല. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രയോഗം ശരിയല്ല. ദേഹഹത്യ വേണമെങ്കിൽ ചെയ്യാം. കാര്യം നമുക്ക് ഈ ദേഹം നശിപ്പിച്ച് കളയാം. ശ്രീരാമകൃഷ്ണദേവൻ ഈ വചനാമൃതത്തിൽ അങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് പരാമർശിക്കുന്നുണ്ട്. ഭക്തന്മാരോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനെ വിഷയം വന്നു. കാര്യം വളരെ ചെറുപ്പത്തിലുള്ള, വളരെ പ്രായം കുറഞ്ഞ, വളരെ യുവത്വത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുമായിരുന്നു. പിന്നീട് അവൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. ആത്മഹത്യയല്ല, അവൻ്റെ ദേഹം അവൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം നമുക്ക് പറയാം. ദേഹഹത്യ ചെയ്തു അവൻ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരാളുടെ ജന്മം എന്ന് പറയുന്നത് അതിനു മുൻപുണ്ടായിരുന്ന ഒരു ജന്മത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ ജന്മം എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു തുടർച്ചയിലേക്ക് പോവുകയാണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ശരീരം ഇതായിരിക്കണമെന്നില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ ആൾ ദേഹഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ, ആ പയ്യൻ വളരെ ചെറുപ്രായത്തിൽ, അപ്പോൾ 12-16 വയസ്സുള്ളപ്പം ദേഹഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ആ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന ആ ആയുസ്സിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരിക്കാം, കുറച്ച് ബാക്കി നിലനിൽക്കുന്നുണ്ടാകും. ആ ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവൻ ഒന്നുകൂടെ ജന്മമെടുത്തിരിക്കാം. ആ ജീവൻ ഒരിക്കൽ കൂടെ ജന്മമെടുത്തിരിക്കാം, ആ ആത്മാവ് ഒരിക്കൽ കൂടെ ജന്മമെടുത്തിരിക്കാം. അങ്ങനെ ആ ജന്മമെടുത്ത് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിയപ്പോൾ അത് ക്ലോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ആ സാഹചര്യത്തോടു കൂടി ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമായി പോവുകയും ചെയ്യും. അതിൻ്റെ ജോലി അവസാനിച്ചിട്ട് അത് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മഹത്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ദേഹഹത്യ. അത് ചിലപ്പോൾ മനഃപൂർവ്വമായി നമ്മൾ ഈ ദേഹഹത്യ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ചില ഘടകങ്ങൾ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കും. അതെന്തുകൊണ്ടാണ് ആ പ്രേരണ എന്നുള്ളത് പല കാരണങ്ങളാകാം. എന്നാൽ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അതേക്കുറിച്ച് പറയാം, അത് വേണമെങ്കിൽ പരിഹരിക്കാമായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ആ ജീവൻ എങ്ങനെയാണ്
ശരീരത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതിന് കാരണങ്ങൾ പലതാണ്. അത് നമ്മൾ കാണുന്ന പോലുള്ള ചില സാങ്കേതികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആകണമെന്നില്ല. അതുകൊണ്ടാണ് പല ആത്മഹത്യാ കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ, ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദേഹഹത്യ എന്ന് തന്നെ പറയണം. ഇപ്പം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ എന്നായിപ്പോവും. അത് അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രയോഗത്തെ മാറ്റി പറയുമ്പോൾ സ്വാഭാവികമായി അല്പം ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ദേഹഹത്യ എന്ന് കേൾവിക്കാരൊന്ന് സദയം മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമുക്കത് പറയാൻ പറ്റും. ആ മനുഷ്യൻ എന്തുകൊണ്ട് ആ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ആ ജീവാത്മാവിൻ്റേതായ കാരണങ്ങൾ ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമായിരിക്കും. നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണമെന്നില്ല. അതാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തിനാണ് ജീവിതം വെടിഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായില്ലേ, ഇത് നമ്മൾ ഈ ചർച്ചയിലൊക്കെ പല സന്ദർഭത്തിൽ പറഞ്ഞതാണ്, എന്നാലും പറയുകയാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് റോയ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു, ദേഹഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹത്തിലേക്ക് നിറയൊഴിക്കുന്നു. അപ്പോൾ അത് ആ ആത്മാവിന് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാനായിരിക്കും നിയോഗം. അതിന് പല കാരണങ്ങൾ കാണാം. പക്ഷെ പുറമേ നിന്ന് കാണുന്ന ഒരാൾ എന്ത് വിചാരിക്കും? എല്ലാ സമ്പത്തും സമ്പന്നതയുടെ മുഴുവൻ നടുവിലിരിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഇങ്ങനെ തോന്നിയത് എന്ന് തോന്നിയേക്കാം. അതൊക്കെ ആ ജീവൻ്റെ പ്രതിപ്രവർത്തനങ്ങളാണ്. ആ ജീവൻ ചില പ്രവർത്തനങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ബോധ്യപ്പെടാത്ത ഒരുപാട് ഘടകങ്ങൾ ഈ ജീവിതത്തിൽ നമുക്ക് സമാന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതറിയില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ സ്വപ്നത്തിലൊക്കെ വരും. ഈ സ്വപ്നത്തിൽ വരുന്നത് അത്തരം കാര്യങ്ങളാണ്. സമാന്തരമായി ഒരാളുടെ ജീവിതത്തിൽ സമാന്തരമായി തന്നെ ചില കാര്യങ്ങൾ, ആത്മതത്വങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ആത്മാവിൻ്റെ വശം പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ജീവാത്മാവായിരുന്നു കൊണ്ട് ഈ ലോകത്ത് ഈ സംസാരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ, ജന്മമെടുത്ത് ജീവിച്ചു പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ അതിൻ്റേതായ ചില സൂചനകൾ ഈ ആത്മാവ് ഈ വ്യക്തിക്ക് നൽകിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ ദേഹഹത്യയെക്കുറിച്ച് പറയാൻ കാരണം, ചില സന്ദർഭങ്ങളിൽ ഇത്തരം ദേഹഹത്യയിൽ നിന്ന് ആ ആത്മാവ് മോചനം നേടിയിട്ട് അതേ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകണം. ഒരു ആത്മാവ് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ അത് അവിടെ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആ ആത്മാവ് ആ ശരീരത്തെ വിടാതെ തന്നെ ആ ശരീരത്തിൽ തുടർന്ന് പ്രവർത്തിച്ച് അതെന്തിലേക്കാണോ പ്രവർത്തിക്കേണ്ടത് അത് ഈ ശരീരം കൊണ്ട് തന്നെ നേടും. ചിലപ്പോൾ ഈ ശരീരം കൊണ്ട് നേടാൻ പറ്റാത്തത് കൊണ്ടാണ് അത് മറ്റൊരു ജന്മം സ്വീകരിക്കുന്നത്. പക്ഷെ ഈ ശരീരം തന്നെ ഈശ്വര കൃപയുണ്ടെങ്കിൽ ഈ ശരീരം തന്നെ ഉപയോഗിച്ച് ആ അനന്തര നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈശ്വര കൃപ കൊണ്ട്. അത് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മാർക്കണ്ഡേയ ചരിതം വായിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ. കഥയൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ആ മാർക്കണ്ഡേയൻ, യഥാർത്ഥത്തിൽ ആ മാർക്കണ്ഡേയൻ്റെ ജീവിതത്തിനൊരു നിശ്ചിത സമയം നേരത്തെ മാർക്കണ്ഡേയന് ലഭിച്ചതാണ്. അത്രയും സമയം ഉണ്ടാവുള്ളൂ. ആ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജീവൻ മാറും, വെടിയും ആ ശരീരത്തിൽ നിന്ന്. പക്ഷേ പരമേശ്വരനെ അഭയം പ്രാപിച്ചപ്പോൾ ആ ശരീരത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ അടുത്ത പ്രവർത്തനത്തിലേക്ക് ആ ശരീരം തന്നെ ഉപയോഗിച്ച് ആ ആത്മാവിന് മുന്നോട്ട് പോകാൻ പോയി. അങ്ങനെ മാർക്കണ്ഡേയ മുനി ഉണ്ടാകുന്നു. അപ്പം അങ്ങനെയും സംഭവിക്കാം. അപ്പം അത് ആത്മഹത്യയിൽ നിന്നുള്ളൊരു മാറ്റമാണ്, അല്ലെ ദേഹഹത്യയിൽ നിന്നുള്ളൊരു മാറ്റമാണ്.
ഞാൻ എന്തിനാണ് ഇത്രയും വിശദീകരിച്ച് ഈ ആത്മഹത്യയെ അല്ലെങ്കിൽ ദേഹഹത്യയെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഗ്രന്ഥം രചിച്ച ശ്രീ മഹേന്ദ്രനാഥ ഗുപ്ത അദ്ദേഹത്തിൻ്റെ 27ാമത്തെ വയസ്സിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 27 വയസ്സും 7 മാസവുമുള്ളപ്പോൾ 27 വയസ്സും 7 മാസവുമുള്ളപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി, ഈ ജീവിതം വേണ്ട, മടുത്തു, ഈ ജീവിതം ത്യജിച്ചേക്കാം, ഈ ദേഹം ത്യജിച്ചേക്കാം, നമുക്കത് പറയാം, മനസ്സിലാവുന്ന ഭാഷയായതുകൊണ്ട് അത് തന്നെ പറയാം, ആത്മഹത്യ ചെയ്തേക്കാം എന്ന് പറയും. അങ്ങനെ അതിന് കുടുംബപരമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഇപ്പം നമ്മൾ ഏതായാലും ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇപ്പം മഹേന്ദ്രനാഥ ഗുപ്തയ്ക്ക് ചില അദ്ദേഹം കല്യാണം കഴിച്ചതാണ്, 2 മക്കളുണ്ട് ഈ സന്ദർഭത്തിൽ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം 27 വയസ്സും 7 മാസമേ ഉള്ളൂ, വളരെ യങ്ങാണ്. വിവാഹം ചെയ്തിരിക്കുന്ന ഭാര്യയുടെ പേര് നികുഞ്ചാദേവി. നികുഞ്ചാദേവി എന്ന് പറയുന്നത് ബ്രഹ്മസമാജത്തിൻ്റെ അക്കാലത്തെ ഏറ്റവും സമുന്നതനായ നേതാവ് കേശവചന്ദ്രസേനൻ്റെ വകയിൽ ഒരു അനന്തരവളാണ്, അനന്തരവൻ്റെ മകളാണ്, അനന്തരവളല്ല അനന്തരവൻ്റെ മകളാണ്. അപ്പോൾ ചെറുമകളായിട്ട് വരും. കേശവചന്ദ്രസേനൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ 1875 അതായത് 1875, 80, 82 കാലം, 83 അദ്ദേഹം 84 അദ്ദേഹം മരണമടയും. അപ്പോൾ ആ 1875, 83 കാലഘട്ടങ്ങളിൽ ബംഗാളിലെ ഏറ്റവും സമുന്നതനായ യുവ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ആ പ്രായം 30-നും 40-നും ഇടയ്ക്കാണ്. 42 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ആ ഒരു 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം അദ്ദേഹം പീക്ക് ടൈമിലായിരുന്നു. അതായത് 10-25 വയസ്സിൽ തുടങ്ങി. അങ്ങനെ ബംഗാളിൽ ഈ ബ്രഹ്മസമാജത്തിൻ്റെ യങ് ലീഡറായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പ്രതിഭയുടെ കൊച്ചനന്തരവളാണ് ഈ മഹേന്ദ്രനാഥ ഗുപ്ത. ഈ ഗ്രന്ഥം എഴുതിയ മഹേന്ദ്രനാഥ ഗുപ്തയുടെ ഭാര്യ നികുഞ്ചാദേവി. 2 മക്കൾ അവർക്കുണ്ട്. ഇത് എഴുതുമ്പോൾ 2 മക്കളുണ്ട്. ആകെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 6 മക്കളെങ്ങാണ്ട് പിന്നീടും മക്കൾ ജനിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ 4ാം തലമുറയിൽപ്പെട്ട, ജീവിച്ചിരിക്കുന്നതിൽ 4ാം തലമുറയിൽപ്പെട്ട ദീപക് എന്ന് പറയുന്ന ആളെ കൽക്കട്ടയിൽ പോയി നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ മഹേന്ദ്രനാഥ ഗുപ്തയുടെ 4ാം തലമുറയിൽപ്പെട്ട ഇപ്പോൾ അദ്ദേഹവും മരിച്ചു. ദീപക്കും ഈ അടുത്ത കാലത്ത് മരിച്ചു. അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ ആ വീട്ടിൽ പോയി കാണാൻ പറ്റി. ആ വീടെന്ന് പറഞ്ഞാൽ ഈ മഹേന്ദ്രനാഥ ഗുപ്തയുടെ വീട്. ആ വീടിൻ്റെ പേര് ഠാക്കൂർ ബാഡി എന്നാണ്. അതാണ് ഇവിടെ ഇങ്ങനെ ഠാക്കൂർ ബാഡി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഠാക്കൂർ ബാഡി ബംഗാളിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഠാക്കൂർ ബാഡി. ആ വീടിൻ്റെ പേര് ഠാക്കൂർ ബാഡി എന്നാണ്. മഹേന്ദ്രനാഥ ഗുപ്തയുടെ വീടിൻ്റെ പേര് ഠാക്കൂർ ബാഡി. ഞാൻ എൻ്റെ വീടിൻ്റെ ഈ ഭാഗം മഹേന്ദ്രനാഥ ഗുപ്തയുടെ ഓർമ്മ, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ മഹേന്ദ്രനാഥ ഗുപ്തയുടെ വീട്ടിൽ പോയ ഓർമ്മ എനിക്ക് കിട്ടും. കൽക്കട്ടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഠാക്കൂർ ബാഡിയിൽ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ മുറിയിലൊക്കെ പോയി അതൊക്കെ ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. 4ാം തലമുറയിലുള്ള ദീപക്കിനെ കണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അദ്ദേഹം വളരെ ഈ സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. സ്കൂൾ അധ്യാപകനാണ്. സ്കൂളെന്ന് പറയുന്നത്
ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ, നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ ബംഗാളിൽ ജീവിച്ചിരുന്നു, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്കൂളിലെ, അദ്ദേഹം നടത്തുന്ന സ്കൂളിലെ അധ്യാപകനായിരുന്നു ഈ മഹേന്ദ്രനാഥ ഗുപ്ത. വയസ്സ് 27. അപ്പോൾ അദ്ദേഹത്തിനാണ് പെട്ടെന്ന് ആ കുടുംബത്തിലുണ്ടായ ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജീവൻ എപ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുക എന്നുള്ളത്. ആത്മഹത്യ, ദേഹഹത്യ, ഞാനത് പറയുമ്പോൾ എനിക്ക് ആത്മഹത്യ എന്ന് പറയാൻ തോന്നണില്ല, കാര്യം അത് അല്ലല്ലോ. അപ്പോൾ ദേഹഹത്യ എന്ന് പറഞ്ഞാൽ ഈ സംഭാഷണത്തിലൊരു ബുദ്ധിമുട്ട് വരും, കാര്യം കേൾക്കുന്നവർ ആ ശീലമില്ലല്ലോ, ആത്മഹത്യ എന്നേ ശീലമുള്ളൂ. അതാണ് ഞാൻ ഇടയ്ക്ക് ആ വാക്ക് വരുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ വരും. എന്താകട്ടെ, അപ്പോൾ അദ്ദേഹം ദേഹഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ദേഹഹത്യ ചെയ്യാനുള്ള തീരുമാനത്തോടുകൂടി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് അംഗങ്ങളുള്ളതുകൊണ്ട് ഒരാളിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോയാലും അറിയാനൊന്നും പോകുന്നില്ല, അതിന് അത്രയ്ക്ക് അംഗങ്ങളുണ്ട് ആ വീട്ടിൽ. അതുകൊണ്ട് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്നില്ല. അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോലും അറിയണമെന്നില്ല, കാരണം അത്രയും അംഗസംഖ്യ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇദ്ദേഹം രാത്രി ഇറങ്ങി അങ്ങ് പോയി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നികുഞ്ചാദേവി ഇദ്ദേഹം പതിവില്ലാതെ രാത്രി ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ ഭാര്യ ഇങ്ങനെ നോക്കിയപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട് ഈ കാര്യത്തിൽ എന്നും പറഞ്ഞ് ഭാര്യ പതുക്കെ അറിയാതെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. മക്കളവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഇത് രാത്രിയാണ്. അപ്പോൾ ഇറങ്ങിപ്പോയി, ഇറങ്ങി നടന്നു. ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞ് ദൂരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആരോ പിറകിൽ വരുന്ന പോലെ ഇദ്ദേഹത്തിന് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പം ഭാര്യ തൊട്ട് പിന്നിൽ. ഇദ്ദേഹത്തിന് വല്ലാത്ത അലോസരമായി. വല്ലാത്ത രാത്രി, ചെറിയ മഴച്ചാറ്റലും ഉണ്ട്, എങ്കും എവിടെയും ഒരു മൂകതയാണ്, ആരും വഴിയിലൊന്നുമില്ല, വിജനമാണ്. അപ്പോൾ ഭാര്യയും കൊണ്ട് രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നാൽ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിന് ആകെ പ്രശ്നമായി, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവസാനം ഭാര്യ പോവില്ല, ഇദ്ദേഹം അവിടെ പോകുന്നു എന്ന് അറിഞ്ഞാലേ ഭാര്യ തിരിയുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം. അവസാനം അദ്ദേഹത്തിന് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഭാഗ്യത്തിന് അതുവഴി ഒരു കുതിരവണ്ടി വന്നു. ആ കുതിരവണ്ടിയിൽ കയറി ഇവർ വീണ്ടും മുന്നോട്ട് പോയി. അവർ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല, അവർ മുന്നോട്ട് പോവുകയാണ്. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഈ കുതിരവണ്ടിയുടെ ചക്രം ഇളകിപ്പോയി. നോക്കൂ, ഈ വിധി എങ്ങനെയാണ് കടന്നു വരുന്നത് എന്ന് ആലോചിച്ചു. വിധിയുടെ ഒരു വരവിൻ്റെ രീതി കണ്ടു. ആത്മഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു, ഭാര്യ പിറകെ വരുന്നു. അപ്പോൾ ആത്മഹത്യാ കാര്യത്തിൽ ബുദ്ധിമുട്ടായി. ഒരു കുതിരവണ്ടി പിടിക്കുന്നു, കുതിരവണ്ടിയുടെ ചക്രം ഇളകി പോകുന്നു, അത് തലകുത്തി വീഴുന്നു, കുതിരവണ്ടി താഴോട്ട് ചരിഞ്ഞു വീഴുന്നു. വിധിയുടെ ഒരു ഇതാണ്. ഞാൻ ഇവിടെ വിധി അഥവാ ഡെസ്റ്റിനി എന്ന് പറയുന്നതിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് ഈ വിധിക്ക് ഒരുപാട് പങ്കുണ്ട്. നമ്മൾ വിധി എന്ന വാക്കുകൊണ്ടാണ് ആ വാക്ക് ഉച്ചരിക്കുന്നത്, വിധി എന്ന് ആണെങ്കിലും യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യൻ ജനിക്കുന്നതിന് അതിൻ്റേതായ ഒരു കാരണം കൂടെ ഉണ്ട്. ഒരു ജന്മം, ഒരു ജീവൻ ഇവിടെ, അതാണ് ഈ ആത്മഹത്യ എന്ന് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ആ ആത്മാവ് ഒരു ശരീരം സ്വീകരിച്ചു വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ആ ശരീരം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആ ഒരു ശരീരത്തിലൂടെ മാത്രമേ ആത്മാവിന് ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അതായത് എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ആത്മാവിൻ്റെ അംശങ്ങൾ ഈ കോടാനുകോടി ജനങ്ങളിലെല്ലാം ഉണ്ട്. കോടാനുകോടി മൃഗങ്ങളിലെല്ലാം ഇതേ ആത്മാവിൻ്റെ അംശമുണ്ട്. കോടാനുകോടി ജീവജാലങ്ങളിലും ചെടികളിലും എല്ലാ സ്പന്ദനങ്ങളിലും ഈ ആത്മാവിൻ്റെ അംശങ്ങൾ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒന്നിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമായിരിക്കും.
ഒരുപോലെ ഫങ്ഷനുള്ള ഒന്നും കാണില്ല. ഈ കോടാനുകോടി മനുഷ്യജന്മം, അത്രയും തന്നെ ജന്തുജന്മം, അത്രയും തന്നെ സസ്യലതാദി ജന്മം എന്നൊക്കെ വെച്ച് എത്ര ജന്മങ്ങൾ എത്ര ഏതൊക്കെ രൂപത്തിലുണ്ടോ, പുഴുവായിട്ടും ഒക്കെ ഏതൊക്കെ എല്ലാം യുണീക്കാണ്. അതായത് ആ ഒരു ജന്മത്തിൽ ആ ഒരു ശരീരം സ്വീകരിച്ചതിൻ്റെ കർമ്മം ആ ഒരു ശരീരത്തിന് മാത്രമേ കാണൂ. അതുപോലെ മറ്റൊന്നും കാണില്ല. അതിന് എന്തൊക്കെ നിയന്ത്രിച്ചാലും ആ ശരീരധർമ്മം, ആ ശരീരം സ്വീകരിച്ചുകൊണ്ട് ആ ആത്മാവിൻ്റെ ധർമ്മം അവിടെ നടക്കും, നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും. ഞാനൊരു ചെറിയ ഒരു ലളിതമായ ഉദാഹരണം, നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ആ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് തോന്നിയ ഒരു ഉദാഹരണമാണ്. അതായത് മലയാള സിനിമയുടെ ഉദാഹരണം എടുക്കാം. കാര്യം അതാകുമ്പോൾ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഉദാഹരണം എടുത്തത്. വേറെ ഒന്നും വിചാരിക്കരുത്. ഇതുപോലൊരു വിഷയം വരുമ്പോൾ സിനിമയെക്കുറിച്ച് പറഞ്ഞു എന്നൊന്നും തോന്നരുത്, അത് മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറ്റവും വില്ലനായിട്ട്, ഏത് സമയം എപ്പോഴും വില്ലനായി മാത്രം നിന്ന ഒരു നടനാണ് KP ഉമ്മർ. വില്ലനായിട്ട് മാത്രം, അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ വില്ലനായിട്ട് നിന്ന ആളാണ്. ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ അല്ലാത്തത് വന്നു കാണും, എന്നാലും വില്ലനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വില്ലനാണ്. ആ മലയാള ആ ഒരു സിനിമയിൽ അദ്ദേഹം വന്നാൽ എല്ലാവർക്കും അറിയാം ഇത് എന്തോ കുഴപ്പമുണ്ടാക്കാൻ വന്ന ആളാണ് എന്നുള്ള ആ വില്ലൻ കഥാപാത്രമാണ്. എന്നാൽ അന്ന് അക്കാലത്ത് നായകൻ പ്രേം നസീറായിരിക്കും കൂടുതലും. നായകനേക്കാളും സുന്ദരനാണ്, കാണാനും നല്ല ഗെറ്റപ്പാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഇപ്പോഴത്തെ പിന്നെ കാണുന്ന നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന വില്ലന്മാരെ പോലെയല്ല. വില്ലന്മാരെ കാണുമ്പോൾ തന്നെ അറിയാം ഇവനെ ഒരു വൃത്തികെട്ട കഥാപാത്രമാണ്. കാരണം വെച്ചാൽ അവരുടെ ചേഷ്ടകളും ആംഗ്യങ്ങളും ശരീരഭാഷയൊക്കെ അതുപോലെയാണ്. ഇതല്ല, നായകനേക്കാൾ സുന്ദരമായിട്ടാണ് വില്ലൻ രംഗത്ത് വരിക. അത്ര സൗന്ദര്യവൽക്കരണം. നോക്കൂ, ഈ നടൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് ഒരു വില്ലനായിട്ടല്ല, വളരെ സാത്വികമായൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ആദ്യകാലത്ത്. അതായത് കുമാരനാശാൻ്റെ കരുണ എന്ന ആ കാവ്യം, അതിൽ വാസവദത്ത എന്ന ആ അഭിസാരികയുടെ കഥയാണ് കരുണ. ആ കരുണ എന്ന ആ കാവ്യം സിനിമയാക്കിയപ്പോൾ, ആ കരുണ എന്നുള്ള ആ സിനിമ വന്നപ്പോൾ അതിൽ ഉപഗുപ്തൻ എന്ന് പറയുന്ന ഏറ്റവും സാത്വികമായ ഒരു കഥാപാത്രത്തെയാണ് ഈ KP ഉമ്മർ അവതരിപ്പിച്ചത്. ഉപഗുപ്തൻ സന്യാസി, ഏറ്റവും സാത്വികമായൊരു കഥാപാത്രം. മലയാള സാഹിത്യ കാവ്യ ചരിത്രത്തിലെടുത്താൽ ഇത്രയും സാത്വികമായൊരു കഥാപാത്രം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് സാത്വികനാണ്. ആ സാത്വിക കഥാപാത്രത്തെ സ്വീകരിച്ച് വന്ന ആ ആൾക്ക് ജീവിതാന്ത്യം വരെ വില്ലനായി തുടരേണ്ടി വന്നു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ആ എന്താണോ സ്വീകരിക്കുന്നത്, ആ നിയതി എന്താണോ, ഡെസ്റ്റിനി എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അത് മാത്രമേ നടക്കൂ. അപ്പോൾ അതിസുന്ദരനും സാത്വികനും ബുദ്ധസന്യാസിയുടെ രൂപത്തിൽ വന്ന ഒരു ആ വേഷം എടുത്തു വന്ന ഉപഗുപ്തൻ എന്ന വേഷത്തിൽ വന്ന നടന് ക്രൂരനായ വില്ലനായി, ശരീരഭാഷ കൊണ്ട് പോലും ക്രൂരനല്ലാത്ത, കാഴ്ചയിൽ പോലും സുന്ദരനായ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും ഏറ്റവും ക്രൗര്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനാണ് തൻ്റെ തൊഴിൽ മേഖലയിൽ സാധിച്ചത്. നോക്കൂ എന്ത് വ്യത്യാസം. ഇനി മറ്റൊരാളുടെ പേര് ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ് ശ്രീ മോഹൻലാൽ. മോഹൻലാൽ ആദ്യമായി സിനിമയിൽ വരുന്നത് ഏറ്റവും വൃത്തികെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചെറുപ്പക്കാരൻ, സ്വഭാവ ഗുണമില്ലാത്ത ഏറ്റവും മോശപ്പെട്ട ചെറുപ്പക്കാരൻ്റെ റോളിലാണ് വന്നത്. പക്ഷെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വന്ന മോഹൻലാൽ പിന്നീട് ജീവിതത്തിലുടനീളം ഏറ്റവും സാത്വികനായ, അല്ലെങ്കിൽ നായക കഥാപാത്രമായിട്ടാണ് പിന്നെ മാറിയത്.
ആ സിനിമയിലെ നായക കഥാപാത്രമായി വന്ന ആളെ പിന്നെ ആരും കണ്ടിട്ട് പോലുമില്ല. ആ ആൾ വളരെ മുമ്പേ തന്നെ തുടക്കത്തിൽ കുറച്ച് സിനിമ അഭിനയിച്ച് പിന്മാറിപ്പോയി, ശങ്കർ. ഇപ്പം നോക്കൂ, ഇവിടെ ഒരു ഏറ്റവും വൃത്തികെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വന്ന ആൾ ആ ഏകദേശം 10-40 കൊല്ലത്തോളം മലയാള സിനിമയിൽ ഇപ്പോഴും സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുമ്പോഴും സാത്വിക കഥാപാത്രങ്ങളെയാണ് കൂടുതലും അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ അല്പം വില്ലനിസം ഉണ്ടെങ്കിലും അതിനകത്തൊരു സാത്വിക ഭാവമുള്ള നായകൻ തന്നെയാണ് വരുന്നത്. അല്ലാതെ തീരെ അഗ്ലി അല്ലെങ്കിൽ വെറും മോശം കഥാപാത്രങ്ങളെ ഒരിക്കലും അവതരിപ്പിക്കുന്നില്ല പിന്നീട്. അപ്പോൾ ഇതാണ് നോക്കൂ, ഇവിടെ ഡെസ്റ്റിനിയുടെ വിധിയുടെ ഒരു 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 നിയോഗം നോക്കുക. ഇപ്പോൾ ഒരാൾ അയാൾ അങ്ങനെ വരാൻ പറ്റും. എന്തൊക്കെ വിചാരിച്ചാലും അയാൾക്ക് മറ്റൊരു തരത്തിൽ പോകാൻ അയാൾ വിചാരിച്ചാൽ പോലും പറ്റില്ല. ഇത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഉള്ളിൻ്റെ ആത്മാവിന് നിയോഗം നൽകിയിട്ടുള്ള ആ കർമ്മത്തിൻ്റെ ഫലത്തിൽ കൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് മാറി സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ മഹേന്ദ്രനാഥ ഗുപ്തയുടെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ ഈ മഹേന്ദ്രനാഥ ഗുപ്ത ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങി തിരിച്ചെങ്കിലും അവസാനം രാത്രിയിൽ അത് മുടങ്ങി. അയാൾ സഞ്ചരിച്ച വണ്ടിയും തകരാറായി, ഭാര്യയുമൊത്ത് വഴി നടുറോഡിലായി അർദ്ധരാത്രി. അവസാനം എന്തു പറ്റി? തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട് ഉണ്ടെന്നറിഞ്ഞ് ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഭാര്യയെ ഒന്നിച്ച് കയറി ചെല്ലുകയാണ്. അസമയത്ത് തൻ്റെ സുഹൃത്താണെങ്കിൽ പോലും അസമയത്ത് ഭാര്യയെ ഒന്നിച്ച് കയറി വന്നപ്പോൾ ആ സുഹൃത്തിൻ്റെ മുഖഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും തീരെ താല്പര്യമില്ലാത്ത ആളാണെന്ന് മനസ്സിലായി. കാര്യം അവിടെ ആ കയറി വന്നതിൽ ഇഷ്ടപ്പെട്ടില്ല സുഹൃത്തിന്. എങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മഹേന്ദ്രനാഥ ഗുപ്ത ആ സുഹൃത്തിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഒന്ന് ഇവിടെ ഈ രാത്രി താമസിപ്പിക്കണം. ഇങ്ങനെ കുതിരവണ്ടി അപകടത്തിൽപ്പെട്ടതുകൊണ്ട് എനിക്ക് വേറെ പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഭാര്യയെ ഒന്ന് ഇവിടെ താമസിപ്പിക്കണം, ഞാൻ പുറത്ത് എവിടെയെങ്കിലും നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സുഹൃത്ത് മനസ്സില്ലാ മനസ്സോടെ ഭാര്യയെ അവിടെ താമസിപ്പിച്ചു. ഇദ്ദേഹം ആ രാത്രി തന്നെ ആ മഴയിൽ തിരിച്ചിറങ്ങിപ്പോയി. എന്നാൽ പിന്നെ ആത്മഹത്യക്ക് ഇറങ്ങിയ ആളാണല്ലോ, എന്നാൽ പിന്നെ ആത്മഹത്യക്കുള്ള നല്ല സൗകര്യമുള്ള സമയമല്ലേ. പക്ഷെ പിന്നെ അത് സാധ്യമായില്ല. രാത്രി ഏതോ ബസ് സ്റ്റാൻഡിലോ വഴിയുള്ള എവിടെയോ അന്ന് ചിലവഴിച്ചു. നേരം വെളുക്ക വരെ ചിലവഴിച്ചിട്ട് തിരിച്ച് രാവിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്കല്ല പോയത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി, ഈ മഹേന്ദ്രനാഥ ഗുപ്തയുടെ സഹോദരി അവിടെ അടുത്ത് താമസിക്കുന്നു, കുറച്ച് ദൂരെ താമസിക്കുന്നു. വരാഹനഗരം, ബാരാനഗർ എന്നാണ് പറയുക. വരാഹനഗരം കൽക്കട്ടയുടെ നഗരത്തിലുള്ള ഒരു പ്രദേശമാണ്. ആ കൽക്കട്ട നഗരത്തിൻ്റെ വരാഹനഗരത്തിൽ സഹോദരി, മൂത്ത സഹോദരി താമസിക്കുന്നുള്ള സ്ഥലത്തേക്ക് ഭാര്യയും കൂട്ടി ഇയാൾ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ചേച്ചിയുടെ കൂടെ, അപ്പം ചേച്ചിയുടെ ഭർത്താവ് ഒരു വൈദ്യനാണ്. വൈദ്യന് ആ സമയത്ത് അവിടെ ബംഗാളിൽ വൈദ്യൻ എന്നുള്ളതിന് കവിരാജ് എന്നാണ് പറയുക, കവിരാജ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും അറിയപ്പെടുന്നത് ഈശാൻ കവിരാജ് എന്നാണ്. ഈശാൻ കവിരാജിൻ്റെ ഭാര്യയാണ് നമ്മുടെ മഹേന്ദ്രനാഥ ഗുപ്തയുടെ ചേച്ചി. അപ്പോൾ ഇവരെ ചേച്ചിയുടെ വീട്ടിൽ അന്ന് പിറ്റേ ദിവസം സൺഡേ, ഞായറാഴ്ച നേരം പുലർന്നപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്നു. ഞായറാഴ്ച നേരം പുലർന്നപ്പോൾ അവിടെ ചെന്നു. ഇതൊരു ശനിയാഴ്ച ഇറങ്ങിത്തിരിക്കുന്നത്, അത് പറയാൻ വിട്ടുപോയി. ഒരു ശനിയാഴ്ചയാണ് ഇറങ്ങിത്തിരിച്ചത്. കാര്യം വെള്ളിയാഴ്ച വരെ സ്കൂളുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ശനിയാഴ്ച അവധി സമയത്ത് അങ്ങാണ്ട് വീട്ടിൽ ഇരുന്നപ്പോഴാണ് ഈ പ്രശ്നം തലയ്ക്ക് മൂത്ത് ഇറങ്ങിപ്പോയത്. അങ്ങനെയാണ് ശനിയാഴ്ച ഇറങ്ങിത്തിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചി വിളിച്ചു, എന്താ ഒന്ന് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. കാണാൻ വന്നു എന്നുള്ള മട്ടിൽ അങ്ങ് നിന്നു. എങ്കിലും അനിയച്ചാർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായി. അകത്തോട്ട് കയറി വിളിച്ച് അകത്തോട്ട് കയറ്റിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ അസ്വസ്ഥനായിട്ട്, ആ പകൽ മുഴുവൻ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ് ഈ മഹേന്ദ്രനാഥ ഗുപ്ത. അപ്പോൾ ചേച്ചിക്ക് ഒരു മകനുണ്ട്.
അപ്പോൾ ചേച്ചിയുടെ മകൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരുമകൻ എന്ന് വേണമെങ്കിൽ പറയാം. ചേച്ചിയുടെ മകൻ ഇദ്ദേഹത്തിന് മരുമകനാണല്ലോ. അപ്പോൾ ചേച്ചിയുടെ മകൻ സിദ്ധേശ്വർ മജുംദാർ എന്നാണ് മകൻ്റെ പേര്. സിദ്ധു എന്നാണ് ആ പേര്. അപ്പോൾ ഈ അമ്മാവൻ എന്ന് വേണമല്ലോ വിളിക്കാൻ. ചേച്ചിയുടെ അമ്മയുടെ സഹോദരനാണല്ലോ. അമ്മാവന് എന്തോ മനപ്രയാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സിദ്ധു, ചെറുപ്പക്കാരനാണ് സിദ്ധു, ഇദ്ദേഹത്തിന് 27 വയസ്സേ ഉള്ളൂ. അപ്പം മകന് കൂടി വന്നാൽ 12-15 വയസ്സ് കാണുമായിരിക്കാം. അപ്പോൾ മകനല്ല, മരുമകന്. അപ്പോൾ സിദ്ധേശ്വർ മജുംദാർ സിദ്ധു അമ്മാവനോട് പറഞ്ഞു, അമ്മാവൻ ഇങ്ങനെ മനപ്രയാസപ്പെട്ടിരിക്കണ്ട, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഉദ്യാനങ്ങൾ കാണാൻ പോകാം എന്ന് പറഞ്ഞു. ഉദ്യാനം പൂന്തോട്ടത്തിലൊക്കെ ഇറങ്ങി, പല പൂന്തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ, ഇങ്ങനെ പൂന്തോട്ടങ്ങൾ ധാരാളമുണ്ട് അവിടെ. ഈ പൂന്തോട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളിത് മലയാളീകരിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ കൺഫ്യൂഷനാണ്. കാര്യം ബാടി എന്നാണ് ബംഗാളിയിൽ പലതരം വീടുകളാണ്. അപ്പോൾ കാണാൻ ഇങ്ങനെ പലതരം വലിയ മനോഹരമായ രമ്യഹർമ്മ്യങ്ങൾ ഉണ്ട് എന്ന് പറയും. നല്ല ബംഗ്ലാവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പോയി കാണാം വഴി കൂടെ നടക്കും. അന്നല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ തീം പാർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങളൊന്നുമില്ല. 1882 എന്ന് ഓർക്കണം. 1882 ഈ കളി നടക്കുന്നത്. ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 25-ാം തീയതിയാണ് ഈ 5-ാം തീയതി രാത്രിയിലാണ് ഈ മഹേന്ദ്രനാഥ ഗുപ്ത ഈ കുഴപ്പം പറ്റുന്നത്. 26 ഫെബ്രുവരി 26-നാണ്, 25-നാണ് കുഴപ്പം പറ്റിയത്. 26-നാണ് ഈ ചേച്ചിയുടെ വീട്ടിൽ ഞായറാഴ്ച വരുന്നത്. അന്ന് വൈകുന്നേരമാണ് നടക്കാനിറങ്ങുന്നത്. 1882 ഫെബ്രുവരി 26 കൃത്യം ഡേറ്റാണ്. അപ്പോൾ രമ്യഹർമ്മ്യങ്ങളും കാഴ്ച കാണാനൊക്കെ വൈകുന്നേരം നടക്കാനിറങ്ങാം എന്ന് വിചാരിച്ചാൽ മതി. നടക്കാനിറങ്ങാം. അപ്പം ഇങ്ങനെ ഇവർ അമ്മാവനും മരുമോനും കൂടെ നടക്കാനിറങ്ങുക. അപ്പോൾ ഇങ്ങനെ നടന്നിട്ടൊന്നും ഈ അമ്മാവൻ്റെ മുഖം തെളിയുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നിങ്ങനെ. കാര്യം ഞായറാഴ്ച വൈകിട്ടായി. തിങ്കളാഴ്ച ഒന്നുകിൽ സ്കൂളിൽ പോകണം. അദ്ദേഹം അധ്യാപകനാണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ സ്കൂളിലെ അധ്യാപകനാണ്. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകണം. അതിനുള്ള മാനസികാവസ്ഥ. ശനിയാഴ്ച ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച ആളാണെന്ന് ഓർക്കണം. അപ്പോൾ തിങ്കളാഴ്ച സ്കൂളിൽ പോകണം. അതിൻ്റെ മാനസികാവസ്ഥ വരുന്നില്ല. സ്കൂളിൽ സമയത്ത് ചെന്നില്ലെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അത്തരം കാര്യങ്ങളിൽ വളരെ കർശനമാണ്, വളരെ കടുകട്ടിയാണ്. ഓരോഴപ്പും സമ്മതിക്കില്ല, വളരെ കർശനമാണ്. സ്കൂൾ റിസൾട്ട് ഗംഭീരമായിരിക്കണമെന്ന്. ആ കടുകട്ടി കാരണം ഇനി കാലങ്ങൾ പിന്നിട്ട് ഇനി കുറേ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ജോലി ഇദ്ദേഹം രാജിവെക്കേണ്ടി വന്നൊരു സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. അത് വരുമ്പോൾ ഇനി ഈ ഗ്രന്ഥ പാരായണത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഇനി വരാൻ പോകുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ആ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അത്രയും കടുകട്ടിയുള്ള ആളാണ്. അപ്പോൾ തിങ്കളാഴ്ച ഇനി സ്കൂളിൽ പോകണം. നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ശനിയാഴ്ച ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരാൾ തിങ്കളാഴ്ച ഇനി സ്കൂളിൽ പോകണം. ആകെ എന്താ ചെയ്യണം, വീട് വിട്ട് ഇറങ്ങി എന്നും ചെയ്യാൻ ആകെ നമുക്ക് തന്നെ ബോധ്യപ്പെടും ആ മാനസികാവസ്ഥ. അപ്പോൾ ഇയാളിങ്ങനെ നടന്നിട്ടൊന്നൊരു സന്ധ്യയ്ക്കാണ്, വൈകുന്നേരമാണ് നടക്കുന്നത്. സന്ധ്യ ആയപ്പോഴും ഒരു സ്വസ്ഥതയില്ല. ഇപ്പോൾ സിദ്ധേശ്വർ മജുംദാറിന് മനസ്സിലായി ഇതൊരു വല്ലാത്ത അവസ്ഥയായെന്ന്. അപ്പോൾ സിദ്ധേശ്വർ മജുംദാർ ഒരു കാര്യം പറഞ്ഞു. മാമ, ഇവിടെ ദക്ഷിണേശ്വരം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത്. ഈ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ പൂന്തോട്ടം അതിമനോഹരമാണ്. അവിടെ പോയാൽ മാമന് നല്ല മനസ്സുഖം കിട്ടും. മാത്രമല്ല അവിടെ ഒരു മഹായോഗി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഒരു മഹായോഗി, ഒരു വലിയ ഗുരു ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലുണ്ട്, താമസമുണ്ട്. അദ്ദേഹത്തെ പോയി കാണാം എന്ന് പറയുകയാണ്. അതാണ് സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ. അങ്ങനെയാണ് ഈ ഗ്രന്ഥരചയിതാവ് മഹേന്ദ്രനാഥ ഗുപ്ത ശ്രീരാമകൃഷ്ണദേവൻ്റെ സവിധത്തിലേക്ക് എത്തുന്നതിന് വഴിയൊരുങ്ങുന്നത്.
നോക്കൂ, ഇവിടെ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് ഈ പറയുന്നത് അവസാനിപ്പിക്കാം. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഒരു വിധിയെ എങ്ങനെയൊക്കെയാണ് വഴിതിരിച്ച് ഒരു ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു, അവിടെ അത് സാധ്യമാകുന്നില്ല, അടുത്തൊരു വാഹന അപകടം സംഭവിക്കുന്നു. അങ്ങനെ ഇയാളെ എങ്ങനെയൊക്കെയാണ് ശ്രീരാമകൃഷ്ണ ദേവൻ്റെ സവിധത്തിലേക്ക്, ആ സന്നിധിയിലേക്ക് ഈ ജീവാത്മാവിനെ എത്തിക്കാൻ വിധി എന്തെല്ലാം പ്ലാനിങ് ആണ് നടത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇവിടെ എത്തിച്ചത്? ആ എത്തിയതാണല്ലോ ഇന്ന് 2026 ഇത്രയും വർഷം, 100 വർഷം കഴിഞ്ഞ് നമ്മളിരുന്ന് ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ആ 100 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ ആത്മഹത്യ ചെയ്യാനെടുത്ത തീരുമാനത്തിൻ്റെ അനന്തരഫലം ഈശ്വരൻ എന്താണ് നിയോഗം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തീരുമാനിക്കുന്നതല്ല നമ്മുടെ നിയോഗം പലപ്പോഴും. അത് ആ ജന്മത്തിൽ ആ ജീവാത്മാവിന് മുന്നേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അത് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ ആ സിനിമാ നടന്മാരുടെ കാര്യവും പറഞ്ഞത്. അതുകൊണ്ട് നമ്മളാരും അത് അംഗീകരിക്കണം നമ്മൾ മനസ്സാൽ. അത് നമ്മൾ അല്ല, നമ്മുടെ ഒരു വ്യാകുലതയോ നമ്മുടെ പ്രശ്നങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അത് പ്രീ പ്ലാൻഡാണ്. അതനുസരിച്ചാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ധർമ്മമുണ്ട്. അതായത് ഈ പ്രപഞ്ചഘടനയിൽ ഒരു ജീവാത്മാവ് എന്ന് പറയുന്നത് ആ ഘടനയുടെ ഒരു കണ്ണി മാത്രമാണ്. ഈ കണ്ണി ടോട്ടൽ ചങ്ങലയിലെ ഒരു ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ കണ്ണിയാണ്. ഈ കണ്ണിക്കൊരു ധർമ്മമുണ്ട്. ഈ ധർമ്മമേ ഈ കണ്ണി ചെയ്യൂ. അതിനുവേണ്ടി മാത്രം വന്നതാണ്. എന്നിട്ട് ഈ കണ്ണി അതിൻ്റെ ധർമ്മം നിർവഹിച്ച് മാറും. അല്ലാതെ അതിന് ചുറ്റുമുള്ള മറ്റ് കണ്ണികളുടെ ധർമ്മം ഇതൊരിക്കലും സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് യുണീക്ക് എന്ന് പറഞ്ഞിരുന്നത്. അത് ആ ജീവാത്മാവിന് മാത്രം നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെ ആ ജീവാത്മാവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരാളും ഇച്ഛാഭംഗപ്പെടരുത്. നമ്മുടെ നിയോഗത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മുകളിലിരിക്കുന്ന ആ ഡെസ്റ്റിനി ഒരു രൂപഘടനയിൽ നമ്മൾ ചിന്തിച്ചാൽ, ഈശ്വരൻ ആ നിർദ്ദേശിച്ച ആ സ്ക്രീൻ പ്ലേ എന്ന് നിനക്ക് പറയാം, ഈശ്വരൻ നിർദ്ദേശിച്ച ആ സ്ക്രീൻ പ്ലേയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അതാണ് അതിനകത്ത്. അത് ഓരോരുത്തർക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ വീണ്ടും സിനിമയുടെ ആ കഥയിലേക്ക് വന്നാൽ, ഒരു ഏറ്റവും മോശപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കാലത്തും ഇയാൾ സിനിമയിലെ നായകനാകാനുള്ള ഒരു യോഗ്യതയും ഇല്ലാതെ പോലെ തോന്നിപ്പിക്കാവുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയും ആ ആൾ പിന്നീട് കഴിഞ്ഞ 30-40 വർഷക്കാലത്തേക്ക് നിറഞ്ഞു നിൽക്കുന്ന അതിഗംഭീര നായകനായി മാറുകയും ചെയ്യും. അതേസമയം അന്ന് സർവഗുണസമ്പന്നനായി ഒപ്പം വന്ന നായകൻ, ആ നായകൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴേ ഈ ഡെസ്റ്റിനിയുടെ ഒരു കളിയുടെ വ്യക്തത മനസ്സിലാവും. ആ നായകനെ സംബന്ധിച്ചിടത്തോളം ഈ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിനെതിരെ നിന്ന് നായകനായി വന്ന ശങ്കർ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം, അയാൾ ആദ്യമായി തമിഴിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ ഒരു തലൈ രാഗം 200-300 ദിവസം ഓടിയ സിനിമയാണ്. സൂപ്പർ ഹിറ്റാണ്. അതേ നായകൻ മലയാളത്തിൽ വന്നപ്പോൾ അതും സൂപ്പർ ഹിറ്റ്. നോക്കൂ, ഒരാളുടെ ഇന്ന് വരെ മലയാള സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടില്ല. ഒരു ചെറുപ്പക്കാരൻ ആദ്യമായി തമിഴ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ അത് 300 ദിവസം ഓടി, സൂപ്പർ ഹിറ്റ്. ഒരു തലൈ രാഗം ഇപ്പോഴും അതും ഏറ്റവും ഹിറ്റ് സിനിമയാണ്. അതേപോലെ തന്നെ അതേ ആൾ മലയാളത്തിൽ വന്നപ്പോൾ ആ സിനിമയും സൂപ്പർ ഹിറ്റ്. അങ്ങനെ 2 സൂപ്പർ ഹിറ്റുകളോടുകൂടി രംഗത്ത് വന്ന ഒരാൾക്ക് ഈ രംഗത്ത് ഒരു പ്രസക്തിയുമില്ലാതാണ്. അതേസമയം വളരെ മോശപ്പെട്ട നെഗറ്റീവായിട്ട് കയറി വന്ന, ഒട്ടും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം കയറി വന്ന ആൾ ആ താര കിരീടം, സിംഹാസനം കീഴടക്കുന്നു.
നോക്കൂ. അപ്പം ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ആരും അതുകൊണ്ട് മറ്റേ ആൾ മോശക്കാരനായി എന്നല്ല അർത്ഥം. അയാളുടെ ഒരു കർമ്മ ഗതിയുടെ ഒരു പാർട്ട് അയാൾ ആ 2 കൊണ്ട് തീർത്തു. ആ 2 ഹിറ്റോടുകൂടി അയാൾ തീർത്തു. പിന്നെ അയാളുടെ തൊഴിലായിരുന്നു ഈ മൂന്നാമത്തെ ഈ വില്ലനെ കടത്തിവിടുക എന്നുള്ളത് ആ കണ്ണിയുടെ ജോലിയായിരുന്നു. ഈ നായകൻ്റെ പ്രാതിനിധ്യത്തോടു കൂടിയാണ് പിന്നീട് ദീർഘകാലം വരേണ്ട മറ്റൊരു നായകനെ കടത്തിവിടാൻ, ആ കഥാപാത്രത്തെ സ്വീകരിക്കാൻ അയാളുടെ ഡെസ്റ്റിനി അയാളെ അതിനാണ് നിയോഗിച്ചത്. അത് കഴിയുമ്പോൾ അയാളുടെ ജോലി തീരുകയാണ്. അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജോലി. അതാണ് ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ വന്ന് ഇത് ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. അത് ചെയ്യുന്നു, പിൻവാങ്ങുന്നു. അല്ലാതെ ആരും കൂടുതലോ ആരും കുറവോ അല്ല. ഇവിടെ മഹേന്ദ്രനാഥ ഗുപ്തയുടെയും നിയോഗം എന്ന് പറയുന്ന ഒരു ആത്മഹത്യയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു യുവാവ്, 27 വയസ്സ് ഉള്ള സ്കൂൾ അധ്യാപകനായ, നല്ല കുടുംബത്തിൽ ജനിച്ച, നല്ല മിടുക്കനായ 2 മക്കളുള്ള, അതിപ്രശസ്തമായ ഒരു കുടുംബത്തിലെ ഭാര്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണായ ഒരു വലിയ നായകൻ്റെ മരുമോളായ ആൾ ആണ് ഭാര്യ. അങ്ങനെയുള്ള എല്ലാ സമ്പന്നമായ ചുറ്റുപാടുകളിൽ നിന്നും വന്ന ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഇറങ്ങിത്തിരിച്ച് എത്തപ്പെട്ടത് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സന്നിധിയിലേക്കാണ്. എന്തിനു വേണ്ടി? അവിടെയാണ് ആ ഡെസ്റ്റിനി അയാൾക്ക് നിർദ്ദേശിച്ചു വച്ചിട്ടുള്ള ജോലി ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയാണ് അയാൾ അവിടെ വന്നത്. അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ തുടക്കം. നമുക്കിനി ആ ഗ്രന്ഥത്തിൻ്റെ അതിലേക്ക് വീണ്ടും പ്രവേശിക്കാം അടുത്ത തവണ. എല്ലാവർക്കും ഈ ഒരു ചിന്താ പദ്ധതി എല്ലാവരുടെയും മനസ്സിൽ വരട്ടെ എന്ന്, ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.